ഹായ്, ഇന്ന് ഒന്ന് പുറത്തു പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറൊക്കെ കഴിച്ചിട്ട് വേണം പുറത്തു പോകാൻ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് സ്പെഷ്യലെന്ന് നോക്കാം. നല്ല ചൂട് ചോറും കോവയ്ക്ക പിഴുക്ക് വരട്ടിയതും ചീനിയും പൊരിച്ച മീനും നല്ല തേങ്ങ അരച്ച് വെച്ച സൂപ്പർ മീൻ കറിയും ഇത്രയും സാധനം ഉള്ളപ്പോൾ പിന്നെ രസത്തിൻ്റെ ഒരു കുറവ് നമുക്ക് ഒരിക്കലും പാടില്ല. അതുകൊണ്ട് രസം സത്യം പറഞ്ഞാൽ ഈ ടീമീശ്വരി കുറേ ആലോ എൻ്റെ മുന്നേ വീഡിയോ എടുക്കാൻ പോലെ തമ്മയ്ക്ക് അത്ര ആഘാതം പിടിച്ച സാധനങ്ങൾ ഈ വീട്ടിനകത്ത് ഇരിപ്പുണ്ട്. നമ്മൾ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. നല്ല അടിപൊളി മഞ്ഞ നാരങ്ങ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നമുക്കൊരു അങ്ങ് പിടിക്കാം. അപ്പോൾ ചോറെല്ലാം നല്ല പോലെ കുഴച്ചടിച്ചതിന് ശേഷം ഒന്ന് പുറത്തു പോവേണ്ട ആവശ്യമുണ്ട്. ചോറ് കഴിച്ചാൽ പിന്നെ ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ഉണ്ട്. ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോവാം. അപ്പോൾ ആ റെസ്റ്റിംഗ് സമയം 10-20 അതിൽ കൂടുതൽ എടുത്ത്. അപ്പം ഞങ്ങൾ റെസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ. കൊല്ലം ബീച്ചിൽ പോയിട്ട് ഒരുപാട് നാളായി. കൊല്ലം ബീച്ചിൽ പോയപ്പോൾ ഒരുപാട് നാളായതുപോലെ തന്നെ അവിടെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ തോന്നി കണ്ടപ്പം. കടലിങ് ഒരുപാട് കയറി അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൊല്ലം ബീച്ചിന് വന്ന് just become the right person that actually matters. അങ്ങനെ ഒരുപാട് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ അവിടെ ചുമ്മാ ഒന്ന് കറങ്ങാനായിട്ട് പോയി. അപ്പോൾ വഴിയരികിൽ നല്ല ഉപ്പിലിട്ട മാങ്ങ, കാരയ്ക്ക, നെല്ലിക്ക എല്ലാം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഞങ്ങൾ നേരെ പോയത് മാളിലേക്കാണ്. അപ്പം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ ചെന്ന് KFC ഓർഡർ ചെയ്ത് ഒരവിൽ മിൽക്ക് ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും അവിടെ എല്ലാം ഒന്ന് കറങ്ങി. ഒരുപാട് ഓഫറുണ്ടായിരുന്നു. ഓഫറിൽ ഒരുപാട് സാധനങ്ങളും മേടിച്ച് ഞങ്ങൾ അവിടെ എല്ലാം ഒന്നും കൂടെ ഒന്ന് കറങ്ങി അടിച്ച് വീണ്ടും ഞങ്ങൾ ഒന്നും കൂടെ കറങ്ങിയപ്പോൾ അതാ വിശപ്പിൻ്റെ ഉൾവിളികൾ ഞങ്ങളിങ്ങനെ മാടി വിളിക്കുന്നു. പിന്നെ മാളിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വിശപ്പിൻ്റെ കാര്യം പറയണ്ട, അതിച്ചിരി അധികമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും ഒന്നും നോക്കിയില്ല, നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കുഴിമന്തി വാങ്ങി കഴിച്ചു. വയറൊന്ന് വലുതാക്കി. ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ.